എല്ലാവർക്കും MCO01-ന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ടൈപ്സ് ഓഫ് റിസർച്ചിനെ കുറിച്ചായിരുന്നു. നെക്സ്റ്റ് ടോപ്പിക് ഡിഫിക്കൽട്ടീസ് ഇൻ ബിസിനസ് റിസർച്ച്. ഇൻ ഇന്ത്യ, researchers in general and business researchers in particular are facing several problems. This is all the more true in case of empirical research. Some of the problems are discussed here in this video. ഇന്ത്യയിൽ റിസർച്ചേഴ്സ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ബിസിനസ് റിസർച്ചേഴ്സും ജനറൽ ആയിട്ടുള്ള റിസർച്ചേഴ്സും പലതരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. കൂടുതലായിട്ടും ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വരുന്നത് എംപിരിക്കൽ റിസർച്ചിലാണ്. റിസർച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, the lack of scientific training in the business research methodology is a major problem in our country. ബിസിനസ് റിസർച്ച് മെത്തഡോളജിനെ കുറിച്ച് സയന്റിഫിക് ആയിട്ടുള്ള ട്രെയിനിങ്ങിന്റെ സംവിധാനമില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ റിസർച്ചേഴ്സ് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്. പല റിസർച്ചേഴ്സിനും റിസർച്ച് മെത്തഡോളജിനെ കുറിച്ച് കൂടുതലായിട്ട് നോളജ് ഇല്ല എന്നുള്ളതും, സിസ്റ്റമാറ്റിക് ബിസിനസ് റിസർച്ചിൽ സിസ്റ്റമാറ്റിക് ട്രെയിനിങ് വളരെ അത്യാവശ്യമുള്ളത് കൊണ്ട് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് മൂലമുണ്ടാകുന്ന പ്രശ്നമാണ് നമ്മുടെ രാജ്യത്ത് റിസർച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഫസ്റ്റ് ഡിഫിക്കൽറ്റി ആയിട്ട് പറയുന്നത് ദ ലാക്ക് ഓഫ് സയന്റിഫിക് ട്രെയിനിങ് ഇൻ ദ ബിസിനസ് റിസർച്ച് മെത്തഡോളജി. ബിസിനസ് റിസർച്ച് മെത്തഡോളജിയിൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുടെ കുറവാണ് ഒന്നാമത്തെ പ്രോബ്ലമായിട്ട് പറയുന്നത്. രണ്ടാമത് പറയുന്നുണ്ട് ദർ ഈസ് paucity of competent researchers and research supervisors. As a result, the research result many a time do not reflect the reality. രണ്ടാമത്തെ ഡിഫിക്കൽറ്റി ആയിട്ട് പറയുന്നത് കോമ്പറ്റന്റ് ആയിട്ടുള്ള റിസർച്ചേഴ്സും റിസർച്ച് സൂപ്പർവൈസറിന്റെ എണ്ണം ഇന്ത്യയിൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് റിസർച്ച് റിസൾട്ടിനെ അത് റിയാലിറ്റി ആയിട്ട് പൊരുത്തപ്പെടാത്ത രീതിയിൽ പലപ്പോഴും റിസൾട്ട് വരികയും വരാനുള്ള ചാൻസ് കൂടുതലാണ്. ആസ് എ റിസൾട്ട് റിസർച്ച് റിസൾട്ട്സ് മെനി എ ടൈം ഡു നോട്ട് റിഫ്ലക്ട് ദ റിയാലിറ്റി. അതുകൊണ്ട് തന്നെ റിസർച്ചിന്റെ റിസൾട്ട് റിയാലിറ്റിയുമായിട്ട് പൊരുത്തപ്പെടാത്ത രീതിയിൽ പലപ്പോഴും വരാറുണ്ട്. മൂന്നാമത് പറയുന്നുണ്ട് മെനി ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻസ് ആർ നോട്ട് റിസർച്ച് കോൺഷ്യസ് ആൻഡ് ഫീൽ ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് റിസർച്ച് ഈസ് എ വേസ്റ്റ് ഓഫ് റിസോഴ്സസ് ആൻഡ് ഡസ് നോട്ട് എൻകറേജ് റിസർച്ച്. ഇന്ത്യയിലെ ബിസിനസ് ഓർഗനൈസേഷൻസ് റിസർച്ചിനെ കുറിച്ച് റിസർച്ചിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് അവർക്ക് കോൺഷ്യസ് കുറവാണ്. അവര് റിസർച്ചിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് വേസ്റ്റ് ആയിട്ടാണ് പലപ്പോഴും കരുതുന്നത്. നാലാമത് പറയുന്നുണ്ട് ദ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഹാസ് ബിക്കം എ കോമൺ ഫീച്ചർ ഇൻ മെനി മീഡിയം ആൻഡ് ലാർജ് ഓർഗനൈസേഷൻ. But decision makers do not appear to be very keen on implementing the findings of their research and development departments. മീഡിയം ആൻഡ് ലാർജ് ഓർഗനൈസേഷൻസിൽ ഒരു കോമൺ ഫീച്ചർ ആണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. പക്ഷേ ഡിസിഷൻ മേക്കേഴ്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണ്ടെത്തലുകൾ പലപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട പ്രോബ്ലമാണ്. അഞ്ചാമത് പറയുന്നുണ്ട് at the same time, small organizations which are the majority in our country are not able to afford research and development at all. ഇന്ത്യയിലെ സ്ഥാപനങ്ങളുടെ വലിപ്പം സ്മാൾ ഓർഗനൈസേഷൻസ് ആണ് കൂടുതൽ, മെജോറിറ്റിയും സ്മാൾ ഓർഗനൈസേഷൻസ് ആണ്. അവർക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അഫോർഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് അത് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോസസ് ആയതുകൊണ്ട് അവർക്ക് പലപ്പോഴും അഫോർഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ആറാമത് പറയുന്നുണ്ട് many people largely depend on customs, traditions and routine practices in decision making, as they feel that the research does not have any useful purpose to save in the management of their business. ഇന്ത്യയിലെ പല ആളുകളും ഇപ്പോഴും പലതരത്തിലുള്ള കസ്റ്റംസും ട്രഡീഷൻസും സ്ഥിരമായിട്ട് ഒരേ രീതി തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് തീരുമാനം എടുക്കുന്നതിൽ. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് റിസർച്ച് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. ഏഴാമത് പറയുന്നുണ്ട് there are insufficient interaction between the university departments and business organization, government department and research organizations. ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ്സ്, ബിസിനസ് ഓർഗനൈസേഷൻസ്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, റിസർച്ച് ഓർഗനൈസേഷൻ തമ്മിലുള്ള ഇന്ററാക്ഷന്റെ അളവ്, അതായത് യൂണിവേഴ്സിറ്റി റിസർച്ച് ഡിപ്പാർട്ട്മെന്റിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന പല കാര്യങ്ങളിലും
ബിസിനസ് ഓർഗനൈസേഷനിലോട്ട് വരുന്നതിൽ ഇൻട്രാക്ട് ചെയ്ത് വരുന്നതിലുള്ള കുറവും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടാണ് പറയുന്നത്. എട്ടാമത് പറയുന്നുണ്ട്, ദ സീക്രസി ഓഫ് ബിസിനസ് ഇൻഫർമേഷൻ ഈസ് എ സാക്രോസാങ്ക്ട് ടു ബിസിനസ് ഓർഗനൈസേഷൻസ്. പല ബിസിനസ് ഇൻഫർമേഷൻസും സീക്രട്ടായിട്ട് സൂക്ഷിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതും ബിസിനസ് ഓർഗനൈസേഷൻസിനെ റിസർച്ചിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. ഒമ്പതാമത്, ഈവൻ വെൻ റിസർച്ച് സ്റ്റഡീസ് ആർ അണ്ടർടേക്കൻ മെനി എ ടൈം ദേ ആർ ഓവർലാപ്പിംഗ് റിസൾട്ടിങ് ഇൻ ഡ്യൂപ്ലിക്കേഷൻ. ഇന്ത്യയിൽ നടക്കുന്ന പല റിസർച്ചും പല സമയത്ത് നടക്കുന്നത് കൊണ്ട് അത് ഒരാൾ ചെയ്ത തന്നെ കാര്യങ്ങൾ തന്നെ മറ്റേ ആൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ റിസൾട്ടിൽ ഡ്യൂപ്ലിക്കേഷൻ വരികയും പ്രോപ്പർ ആയിട്ടുള്ള കോർഡിനേഷൻ പല ഡിപ്പാർട്ട്മെന്റും പല യൂണിവേഴ്സിറ്റികളും തമ്മിൽ പലതരത്തിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള കോർഡിനേഷൻ ഇല്ല എന്നുള്ളതും ഒരു പ്രോബ്ലമായിട്ട് പറയുന്നുണ്ട്. പത്താമത് പറയുന്നുണ്ട്, ഡിഫിക്കൽട്ടി ഓഫ് ഫണ്ട്സ്. ആവശ്യത്തിന് റിസോഴ്സസ് ഇല്ല, റിസർച്ച് നടത്തുന്നതിന് ഫണ്ട് ഇല്ല എന്നുള്ളതും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. 11ാമത്, പുവർ ലൈബ്രറി ഫെസിലിറ്റീസ്. റിസർച്ച് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈബ്രറി ഫെസിലിറ്റീസ് പല സ്ഥലങ്ങളിലും കുറവാണ്. ഒരുപാട് സമയം അവർക്ക് മെറ്റീരിയൽ കളക്ട് ചെയ്യാൻ വേണ്ടി വരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഡിഫിക്കൽറ്റിപ്പെട്ടതാണ്. 12ാമത് പറയുന്നുണ്ട്, മെനി റിസർച്ചേഴ്സ് ഇൻ അവർ കൺട്രി ഓൾസോ ഫേസ് എ ഡിഫിക്കൽറ്റി ഓഫ് ഇന്നാഡിക്വേറ്റ് കമ്പ്യൂട്ടേറിയൽ ആൻഡ് സെക്രട്ടറിയൽ അസിസ്റ്റൻസ്. ഇന്ത്യയിലെ പല റിസർച്ചേഴ്സും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഡേറ്റ കമ്പ്യൂട്ട് ചെയ്യുന്നതിൽ, അതിനെ അനലൈസ് ചെയ്യുന്നതിൽ പലതരത്തിലുള്ള അസിസ്റ്റൻസുകളുടെ കുറവും ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. 13ാമത് പറയുന്നുണ്ട്, ഡിലേയ്ഡ് പബ്ലിക്കേഷൻ ഓഫ് ഡേറ്റ. കറക്റ്റ് സമയത്ത് ഡേറ്റ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല, പബ്ലിഷ് സോഴ്സിന് ഡേറ്റ ലഭിക്കുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട പോരായ്മയാണ്. ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യുന്ന പല ഡേറ്റാസും വളരെ പഴയ ഡേറ്റേഴ്സാണ്, അതായത് 2-3 വർഷം കഴിഞ്ഞ ശേഷമാണ് ഡേറ്റ പബ്ലിഷ് ചെയ്യുന്നത്. അത് പലപ്പോഴും ഇറെലവൻ്റ് ആയിട്ട് ഉപകാരപ്രദമല്ലാത്ത രീതിയിലുള്ള ഡേറ്റയാണ് പബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത 14ാമത് പറയുന്നുണ്ട്, സോഷ്യൽ റിസർച്ച് എസ്പെഷ്യലി മാനേജീരിയൽ റിസർച്ച് relates to human beings and their behavior. The observations, the data collection and conclusions etc. must be valid. There is a problem of conceptualization of these concepts. സോഷ്യൽ റിസർച്ചിൽ പ്രധാനമായിട്ടും ഹ്യൂമൻ ബീങ്സും അവരുടെ ബിഹേവിയർ ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്യുന്ന ഡേറ്റ, കൺക്ലൂഷൻസ് മുതലായവ വാലിഡ് ആകണം. അപ്പം അങ്ങനെ വാലിഡ് ആക്കുന്നതിൽ, അത് കൺസെപ്റ്റ് ചെയ്യുന്നതിൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. 15ാമത് പറയുന്നുണ്ട്, another difficulty in the research area is there is no code of conduct for the researchers. അടുത്ത പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് റിസർച്ചേഴ്സിന് ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഇല്ല, പ്രവർത്തന രീതി ഇല്ല എന്നുള്ളതാണ്. റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റിസർച്ചിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റിസർച്ച് നടത്തുന്നതിന് അവർ ഇൻഫർമേഷൻസ് കോൺഫിഡൻഷ്യലിറ്റി കീപ്പ് ചെയ്യുന്നതിലൊക്കെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഡെവലപ്പ് ചെയ്യേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൻ്റെ വളരെ ആവശ്യമാണ്. ഇന്ത്യയിലെ റിസർച്ചേഴ്സ് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത് അവർക്ക് ആവശ്യത്തിന് ട്രെയിനിങ് ലഭിക്കുന്നില്ല, കോമ്പറ്റൻ്റ് ആയിട്ടുള്ള റിസർച്ചേഴ്സ്, റിസർച്ച് സൂപ്പർവൈസറിൻ്റെ എണ്ണം കുറവാണ്, ബിസിനസ് ഓർഗനൈസേഷൻസിന് റിസർച്ചിനെ കുറിച്ച് ഇതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് ബോധ്യമില്ല, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പല സ്ഥാപനങ്ങളും ഉണ്ടെങ്കിൽ പോലും അവരുടെ തീരുമാനങ്ങൾ ഡിസിഷൻ മേക്കേഴ്സ് നടപ്പിലാക്കുന്നില്ല. ചെറിയ സ്ഥാപനങ്ങളാണ് ഇന്ത്യയിൽ കൂടുതലും. അവർക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തികമായിട്ടുള്ള ശേഷിയില്ല. പിന്നെ പല ആളുകളും ഇന്ത്യയിലെ പല ബിസിനസ് സ്ഥാപനങ്ങളും ട്രഡീഷൻസും കസ്റ്റംസും തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അവർ റിസർച്ചിൽ യാതൊരുവിധ ബെനിഫിറ്റ്സും കാണുന്നില്ല. പിന്നെ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്സും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സും ഓർഗനൈസേഷൻ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ വളരെ കുറവാണ്. പല ബിസിനസ് ഇൻഫർമേഷൻസും സീക്രട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടും ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ റിസർച്ച് സ്റ്റഡീസ്, ഒരു റിസർച്ച് തന്നെ പല ആളുകൾ ചെയ്യുന്നത് കൊണ്ട് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഫണ്ടിൻ്റെ ലഭ്യത, റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഫണ്ടിൻ്റെ ലഭ്യത കുറവ്. പിന്നെ പല സ്ഥലങ്ങളിലും ആവശ്യത്തിന് ലൈബ്രറി ഫെസിലിറ്റീസ് ഇല്ല എന്നുള്ളതും പ്രശ്നമാണ്. പിന്നെ കമ്പ്യൂട്ടേറിയൽ ആൻഡ് സെക്രട്ടറിയൽ അസിസ്റ്റൻസ് വളരെ കുറവാണ് എന്നുള്ളതും. പിന്നെ ഗവൺമെൻറ് പല ഇൻഫർമേഷൻസും പബ്ലിഷ് ചെയ്യുന്നത് വളരെ പതുക്കെയാണ്, ഡിലേ ചെയ്തുകൊണ്ടാണ് എന്നുള്ളതും ആ ഇൻഫർമേഷൻസ് റിസർച്ചിന് ഉപയോഗിക്കാൻ പറ്റാത്തതും പ്രധാനപ്പെട്ട പോരായ്മയാണ്. പിന്നെ സോഷ്യൽ റിസർച്ചിലെ പല കാര്യങ്ങളിലും കൺസെപ്ച്വലൈസ് ചെയ്യുന്നതിലുള്ള പ്രോബ്ലംസും പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. പിന്നെ റിസർച്ചേഴ്സിന് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്ട് ഇല്ല എന്നുള്ളതും ഇന്ത്യയിലെ റിസർച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ആണ്. ഇൻ സ്പൈറ്റ് ഓഫ് ദീസ് ഡിഫിക്കൽട്ടീസ് ആൻഡ് പ്രോബ്ലംസ്, എ ബിസിനസ് എന്റർപ്രൈസ് കനോട്ട് അവോയ്ഡ് റിസർച്ച്, എസ്പെഷ്യലി ഇൻ ദ ഫാസ്റ്റ് ചേഞ്ചിങ് വേൾഡ്.
എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഒരിക്കലും റിസർച്ച് ഒഴിവാക്കി നിർത്താൻ സാധിക്കത്തില്ല. അതായത് ലോകം പെട്ടെന്ന് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫാസ്റ്റ് ചേഞ്ചിങ് വേൾഡിൽ റിസർച്ച് വളരെ ആവശ്യമുള്ള കാര്യമാണ്. മാർക്കറ്റിൽ സർവേ ചെയ്യുന്നതിനും കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിനും റിസർച്ച് ആവശ്യമുണ്ട്. ഇറ്റ് ഹാസ് ടു ചേഞ്ച് ഇറ്റ്സ് ആറ്റിറ്റ്യൂഡ്സ്, അപ്രോച്ച്, പ്രോഡക്ട്സ്, ടെക്നോളജി ത്രൂ ദ കണ്ടിന്യൂസ് റിസർച്ച്. ഒരു ബിസിനസ് സ്ഥാപനം അവരുടെ ആറ്റിറ്റ്യൂഡ്സ്, അപ്രോച്ചസ്, പ്രോഡക്ട്സ്, ടെക്നോളജി മുതലായവ കണ്ടിന്യൂസ് റിസർച്ചിലൂടെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ സർവേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക്ക് ബിസിനസ് റിസർച്ച് പ്രോസസ്സ്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ബിസിനസ് റിസർച്ച് പ്രോസസ്സ്. റിസർച്ച് ഈസ് എവരിവെയർ ആൻഡ് ദ റിസർച്ച് പ്രോസസ് ഈസ് ഓൾസോ ഈസ് മോർ ഓർ ലെസ് ദ സെയിം. എല്ലായിടത്തും നമുക്ക് റിസർച്ച് കാണാൻ സാധിക്കും. എല്ലായിടത്തും ഒരേ റിസർച്ച് പ്രോസസ്സ് ഒരേപോലെ തന്നെ സെയിം തന്നെയായിട്ടാണ് പോകുന്നത്. വെദർ ഇറ്റ് ഈസ് എ ബിസിനസ് റിസർച്ച് ഓർ ആൻ അഗ്രികൾച്ചർ റിസർച്ച് ഓർ എഡ്യൂക്കേഷൻ റിസർച്ച്, of course here and there certain modifications may be required to suit the specific requirements of the areas of research. അത് എഡ്യൂക്കേഷൻ റിസർച്ച് ആണെങ്കിലും ബിസിനസ് റിസർച്ച് ആണെങ്കിലും അഗ്രികൾച്ചർ റിസർച്ച് ആണെങ്കിലും രീതികളൊക്കെ സെയിം ആണ്. ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് മാത്രമേ റിസർച്ച് നടത്തുന്നതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. റിസർച്ച് പ്രോസസ്സിൽ പല സ്റ്റേജസ് ആണ് വരുന്നത്. പ്ലാനിങ് ദ റിസർച്ച് ആക്ടിവിറ്റി, എക്സിക്യൂഷൻ ഓഫ് ദ പ്ലാൻ ആൻഡ് ഫൈനലി കൺസോളിഡേഷൻ ഓഫ് ദ റിസൾട്ട് ഓഫ് ദ റിസർച്ച് ആക്ടിവിറ്റി ഓർ റിപ്പോർട്ടിംഗ്. റിസർച്ച് പ്രോസസ്സിലെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ റിസർച്ച് എന്ന് പറയുന്നത് നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും. അതിൽ റിസർച്ചിലെ പ്രോസസ്സ് ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത്. ഏത് തരത്തിലുള്ള റിസർച്ച് ആണെങ്കിലും ചെറിയ മോഡിഫിക്കേഷൻസിലൂടെ നമുക്ക് ആ മേഖലയിലെ റിസർച്ച് നടത്താൻ സാധിക്കും. റിസർച്ചിന് പല സ്റ്റേജസ് ആണ് ഉണ്ടാകുന്നത്, പ്ലാനിങ് തൊട്ട് അവസാന റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് വരെ. അപ്പോൾ റിസർച്ചിലെ നടക്കുന്ന പ്രോസസ്സിനെ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഈ MCO 03-ലെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഓരോ ടോപ്പിക്കും ഈ റിസർച്ച് പ്രോസസ്സിൽ വരുന്ന ഓരോ സ്റ്റെപ്പുകളാണ് ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ ഇനിയുള്ള യൂണിറ്റുകളിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ റിസർച്ച് പ്രോസസ്സ് 1, സെലക്ഷൻ ഓഫ് എ റിസർച്ച് പ്രോബ്ലം ഓർ റിസർച്ച് ഏരിയ. റിസർച്ചിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം കണ്ടെത്തുക എന്നുള്ളതാണ്. റിസർച്ച് നടത്തേണ്ട ഏരിയ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത് പറയുന്നുണ്ട് അക്വിറ്റൻസ് വിത്ത് ദ കറന്റ് തിയറി ആൻഡ് നോളജ് ആൻഡ് വർക്ക് ഡൺ ഇൻ ദാറ്റ് ഏരിയ. നമ്മുടെ പ്രോബ്ലം അല്ലെങ്കിൽ റിസർച്ച് ഏരിയയുമായി ബന്ധപ്പെട്ട് നിലവിലെ റിസർച്ചിലെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, നോളജ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്. മൂന്നാമത് ഡിഫിനിഷൻ ആൻഡ് സ്പെസിഫിക്കേഷൻ ഓഫ് ദ റിസർച്ച് പ്രോബ്ലം മോർ ക്ലിയർലി. മൂന്നാമത് ചെയ്യേണ്ടത് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ പ്രോബ്ലം കൂടുതലായിട്ട് ശരിയായ രീതിയിൽ ഡിഫൈൻ ചെയ്യുകയും അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തേണ്ടത് എന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്യുകയാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. നാലാമത് പറയുന്നുണ്ട് ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ഹൈപ്പോത്തിസിസ് ഓർ അറ്റ്ലീസ്റ്റ് റിസർച്ച് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നാലാമത് ചെയ്യേണ്ടത് ഒരു ടെമ്പററി അസംഷൻ, നമ്മൾ റിസർച്ച് നടത്തി കഴിയുമ്പോൾ ലഭിക്കാൻ പോകുന്ന ടെമ്പററി അസംഷൻ ഫോർമുലേറ്റ് ചെയ്യുക. അപ്പോൾ ടെമ്പററി അസംഷന് പറയുന്ന താൽക്കാലിക നിഗമനത്തിന് പറയുന്നതാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലീസ്റ്റ് ഒബ്ജക്റ്റീവ്, റിസർച്ചിലൂടെ എന്താണ് കണ്ടെത്താൻ പോകുന്നത് എന്നുള്ള കാര്യം ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുകയാണ് നമ്മൾ നാലാമതായിട്ട് ചെയ്യേണ്ടത്. അഞ്ചാമത് പറയുന്നുണ്ട് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ സോഴ്സ് ഓഫ് ഡേറ്റ. എവിടെ നിന്ന് ഡേറ്റ കണ്ടെത്താൻ പറ്റും എന്നുള്ള കണ്ടെത്തുകയാണ് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. ആറാമത്തെ സ്റ്റെപ്പിൽ ക്രിയേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഡേറ്റ കളക്ഷൻ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് ക്വസ്റ്റ്യനെയർ, ഷെഡ്യൂൾസ്, സ്കെയിൽസ്. ഡേറ്റ കണ്ടെത്തുന്നതിന് വേണ്ടി, കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യനെയർ, ഷെഡ്യൂൾസ്, സ്കെയിൽസ് മുതലായവ തയ്യാറാക്കുകയും ഫ്രെയിം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ആറാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. ഏഴാമത് പ്രീ ടെസ്റ്റിംഗ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ദെയർ പോസിബിൾ റിവിഷൻസ്. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യനെയർ, ഷെഡ്യൂൾസ് പോലെയുള്ളത് പ്രീ ടെസ്റ്റ് ചെയ്ത്, അതായത് അത് ടെസ്റ്റ് ചെയ്തുകൊണ്ട് അത് നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഡേറ്റ ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ റിവൈസ് ചെയ്ത് നമുക്ക് തെറ്റുകളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താവുന്നതാണ്. എട്ടാമത് പറയുന്നുണ്ട് ഫോർമൽ അക്വിസിഷൻ ഓഫ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ത്രൂ ദ സർവേ, ഒബ്സർവേഷൻ ആൻഡ് ഇന്റർവ്യൂ. അതിനുശേഷം ഡേറ്റ കളക്ട് ചെയ്യുക, അത് സർവേയിലൂടെ, ഒബ്സർവേഷൻ, ഇന്റർവ്യൂയിലൂടെ ആകാം. ഒമ്പതാമത് പ്രോസസ്സിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് ഡേറ്റ. അതിനുശേഷം ഡേറ്റ പ്രോസസ്സ് ചെയ്ത് അനലൈസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പത്താമത്തെ സ്റ്റെപ്പിലാണ് ആ അനാലിസിസിനെ വെച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ഡേറ്റ ആൻഡ് ഫോർമൽ റൈറ്റിംഗ് ഓഫ് റിപ്പോർട്ടിങ്. ഡേറ്റനെ ഇന്റർപ്രിറ്റ് ചെയ്ത് ഒരു ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കുക, റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് പത്താമത്തെ സ്റ്റെപ്പിൽ വരുന്നത്. റിസർച്ച് പ്രോസസ്സിൽ 10 സ്റ്റെപ്പുകളാണ് വരുന്നത്. ഒന്ന് സെലക്ഷൻ ഓഫ് എ റിസർച്ച് പ്രോബ്ലം ഓർ റിസർച്ച് ഏരിയ. രണ്ട് അക്വിറ്റൻസ് വിത്ത് ദ കറന്റ് തിയറി ഓർ നോളജ് ആൻഡ് വർക്ക് ഡൺ ഇൻ ദാറ്റ് ഏരിയ.
Third one, definition and specification of the research problem more clearly. Fourth one, formulation of the research hypothesis or least research objectives. Fifth one, identification of the sources of data. Sixth one, creation and construction of data construction instruments like questionnaire, schedules, scales, etc. Seventh one, pre-testing of the instruments and their possible revision. Eighth one, formal acquisition of data and information through survey, observation and interview. Ninth one, processing and analysis of data. 10th one, interpretation of the data and formal writing up. 10 സ്റ്റേജസിലൂടെയാണ് റിസർച്ച് പ്രോസസ്സ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ MCO 3 എന്ന് പറയുന്ന സബ്ജക്റ്റിൽ റിസർച്ച് പ്രോസസ്സിലെ 10 പ്രോസസ്സാണ് ഇനിയുള്ള യൂണിറ്റുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്.